ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ നോമ്പുതുറയാണ് കേട്ടോ. അപ്പോൾ നോമ്പുതുറ എന്ന് വെച്ചാൽ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. അനിയത്തിയും ഹസ്ബൻഡും പിന്നെ ഞങ്ങളും നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു നോമ്പുതുറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പം ഫുഡായിട്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ സപ്പോട്ട ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നപ്പം അതിലേക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയായിട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പില, മല്ലിയില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിട്ട് കൊടുത്തതിന് ശേഷം ഈ മസാല ഒന്ന് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ ചിക്കൻ നല്ല പോലെ തന്നെ കുക്കായി വരണ്ട കേട്ടോ. ഒന്ന് ഒരു ഹാഫ് വേവാക്കി എടുത്താൽ മതി. പിന്നെ ഇതാ സപ്പോട്ട ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്യൂസ്. പിന്നെ അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ മസാലയിലേക്ക് റൈസും കൂടെ വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് വേവിന് തന്നെ കേട്ടോ റൈസും ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ 15 മിനിറ്റ് നമ്മൾ വിറകടുപ്പിൽ ആ ഒരു കനലിൽ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിറ്റൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ 15 മിനിറ്റ് ആയതിനു ശേഷം ഞാൻ ഇറക്കി വെച്ചിട്ട് പിന്നെ അടുപ്പിൽ തന്നെ കുറച്ച് പഴമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതാ പഴം പൊരിച്ചെടുത്തതിന് ശേഷം ആ ഒരു ഓയിലിൽ തന്നെ ചിക്കനും കൂടെ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതാ ഫസ്റ്റ് ഇട്ട് കൊടുത്തതൊക്കെ ഫ്രൈ ആയി വന്നപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും അവിടെ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ടേബിൾ മേലേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പൊരി ഐറ്റംസായിട്ട് ചിക്കൻ റോളും പഴംപൊരി മാത്രം ആക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് ഐറ്റംസൊന്നും നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് ആരും കഴിക്കില്ല. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാലാണെങ്കിൽ ആർക്കും ഒന്നും വേണ്ടി വരില്ല. പിന്നെ അത് വെറുതെ വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ആളുകളൊന്നും ഇല്ലല്ലോ നോമ്പ് തുറക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ഐറ്റംസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസായിട്ട് സപ്പോട്ട ജ്യൂസും വത്തക്ക ജ്യൂസും ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഇതാ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ റൈസൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഹാഫ് വേവിനാണെങ്കിലും പിന്നെ നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ നല്ല പാക വേവൊക്കെ ആയിട്ട് നല്ല സെറ്റായി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആ റൈസൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റൈസ് മാത്രം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. പിന്നെ ചിക്കൻ ആണെങ്കിൽ വിറകടുപ്പിലായതുകൊണ്ട് ഇങ്ങനെ ആക്കും പോലെ അവിടെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കനാണ് ലാസ്റ്റ് ഫ്രൈ ആക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ അനിയത്തിൻ്റെ ഹസ്ബൻഡൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ ഫുഡൊക്കെ എടുത്തേക്കാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ആദ്യം തന്നെ റൈസ് ഞാൻ ഒരു തട്ടിലേക്ക് വിളമ്പിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഈ മുട്ട പിന്നെ അതുപോലെ കോൺഫ്ലവറൊക്കെ ചേർത്ത് നല്ല ഇതിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തതാണ്. പിന്നെ അതാ ടേബിൾ മേലേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. പിന്നെ സൈഡായിട്ട് അച്ചാറും തൈരും ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ അച്ചാർ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. ചെറിയൊരു മധുരം പുളിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി അച്ചാറാണ്, മാങ്ങച്ചാറാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്താ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അനിയത്തിയും ഹസ്ബൻഡും കുട്ടികളൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും കൂടി ടേബിൾ മേലാണെങ്കിൽ ഇരിക്കാൻ അങ്ങനെ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ആദ്യം കുറച്ച് പേര് ഇരുന്നിട്ട് പിന്നെ ഞാനും ഉമ്മയും താത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞു നോമ്പുതുറ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.